സുഹൃത്തുക്കളെ, ഇതെന്താ സംഭവം എന്നറിയോ? നമ്മൾ ബേക്കറിയിലൊക്കെ ചെല്ലുമ്പോൾ വലിയ ഭരണിയിൽ നല്ല ചുമന്ന കളറിൽ കാണുന്ന ചെറിയില്ലേ, ആ ചെറിപ്പഴാണ്. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഇതൊരു പാലുള്ള കായാണ്. ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞൊരു പാല് വരും. അപ്പൊ ഇതിങ്ങനെ നടുവെ കീറി ചുണ്ണാമ്പ് വെള്ളത്തിലൊക്കെ വെച്ച് ഇതിന്റെ കറയൊക്കെ കളഞ്ഞ് പിന്നീട് മധുരലായനിലിട്ട് കളർ വെള്ളത്തിൽ മുക്കി, അങ്ങനെയാണ് അത്രയും ഡാർക്ക് കളറായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഈ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ മക്കളെ, ഇതിന് ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല ഈ സാധനത്തിന്. ഇത് കുറച്ചെങ്കിലും ടേസ്റ്റ് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ മധുരം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇതിന് അത്രയും ടേസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ ഇതിന് അത്രമാത്രം ടേസ്റ്റ് ഒന്നുമില്ല ഈ സാധനത്തിന്. ഇതുണ്ടോ, ഇതിന്റെ കളർ കണ്ടോ? ഇത് ശരിക്കൊരു ഒരു ഒരു റോസ് കളർ എന്ന് പറയാം. ഇത് ആ ഒരു കളർ വെള്ളത്തിൽ അതിന്റെ ആർട്ടിഫിഷ്യലായ കളർ കൂടെ കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ കാണുന്ന ഡാർക്ക് റെഡായിട്ട് ആ ഭരണിയിൽ, ബേക്കറികളിലെ ഭരണിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാ ഇവിടെ നിറച്ചുണ്ട്. ഇത് ഇഷ്ടം പോലെയാണ് ഈ ചെറി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എത്രയാന്ന് നോക്ക്. പല നാട്ടിലും പല പേരിലാണ് ഈ ചെറി അറിയപ്പെടുന്നത്. സാധാരണയായി ഇന്ത്യൻ ചെറി, ബേക്കിംഗ് ചെറി, കാശ്മീരി ചെറി എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ഔഷധങ്ങൾക്കും ഈ ചെറി കയറ്റി പോകാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കാശ്മീരി, ഹിമാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഈ ചെറി ധാരാളമായി കൃഷി ചെയ്തു വരുന്നത്. ഈ കാണുന്നതാണ് പഴുത്ത് പാകമായത്. ഇത് നല്ല പുളിയായിരിക്കും. പുളിയാണെങ്കിലും പഴുത്തെങ്കിലും ഇതിനകത്ത് ചറയുണ്ടാവും. ആ ചറയോട് കൂടി തന്നെയാണ് നമ്മൾ തിന്നുന്നത്. ചക്കയൊക്കെ തിന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒട്ടൽ പോലെ നമ്മുടെ ചുണ്ട കൂട്ടുന്നത് കഴിക്കുമ്പോൾ. ഈ ചെറിക്ക് ശരിക്കും മധുരമല്ല, ഒരു പുളിപ്പാണ്. അത് വെച്ചാൽ ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ ഉണ്ടാവും. അപ്പോഴതിനകത്ത് ഒരു ചറ ഒഴുകുന്നുണ്ട്. ഇതുണ്ടോ, നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിൽ ഇത് കാണാം. ഒരു ചറ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കാമെന്നാണ് ഇവിടുന്ന് പറഞ്ഞത് ഇവരെ. അപ്പം ഞാൻ പറഞ്ഞ കഴിച്ചു നോക്കുക, പുളിയാണിത്. അമ്പോ, നല്ല സൂപ്പർ പുളി. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ചെറിയ ചെറിയ കുരുകളുണ്ടാവും. ഒരു ചറയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളിലെ കുരു ഉണ്ടല്ലോ, ഇതിങ്ങനെ കളഞ്ഞത് ചുണ്ണാമ്പ് വെള്ളത്തിലോ അങ്ങനെ എന്തൊക്കെയോ ഇട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ മധുരമുള്ള നല്ല അടിപൊളി ചെറിയാക്കി മാറ്റുന്നത്. മധുര വെള്ളത്തിലിട്ടിട്ട് ഇതിന് പുളിയാ ശരിക്കും.